LDF സർക്കാർ പണിതീർത്തുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 7000 കോടി രൂപയുടെ BMNBC റോഡുകളിലൂടെ മലയോര യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവും UDF നേതാക്കളും 4 ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. മലയോര കൃഷിക്കാരോട് പറയേണ്ടതുണ്ട്. 1, കാർഷിക വിലത്തകർച്ചയിലെ ഏറ്റവും വലിയ പ്രശ്നം. ഈ വിലത്തകർച്ച സൃഷ്ടിച്ചത് നിങ്ങളല്ലേ ആസിയൻ കരാറും ലോക വ്യാപാര കരാറും ഒപ്പിട്ടവര്. അതിന്റെ ഫലമായിട്ട് റബ്ബറിന്റെ വില ഇടിഞ്ഞു. 1 കിലോ റബ്ബർ കൊണ്ട് 11 കിലോ അരി മേടിക്കാൻ പറ്റുമായിരുന്നു ആസിയൻ കരാറിന് മുമ്പ്. ഇന്ന് 1 കിലോ റബ്ബർ കൊണ്ട് 3 കിലോ അരി വാങ്ങാം. ഈ രീതിയിൽ കൃഷിക്കാരെ കുത്തുപാളയടിപ്പിച്ചത് നിങ്ങളല്ലേ? പോട്ടെ, ആസിയൻ കരാറിന് ശേഷം 15 വർഷം നിങ്ങൾ ഭരിച്ചു, 15 വർഷം BJP ഭരിച്ചു. ഈ കരാറിന്റെ ഫലമായിട്ട് വലിയ നേട്ടം ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതോ 2 പേരുടെയും വാദം. ഞങ്ങളങ്ങ് സമ്മതിച്ചു. ആ നേട്ടത്തിന്റെ ഒരു ഭാഗമെങ്കിലും ഈ കേരളത്തിലെ പാവപ്പെട്ട കൃഷിക്കാരുടെ നഷ്ടം പരിഹരിക്കാൻ ചെലവഴിക്കാൻ എന്താ മനസ്സില്ലാത്തത്? 15 വർഷം കോൺഗ്രസ് നിങ്ങൾ ഭരിച്ചില്ല കേന്ദ്രം. എന്തെങ്കിലും ചെയ്തോ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ബലിയുടെ നേരിടാനായിട്ട്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അല്ല കോൺഗ്രസ്, ആരാ ഈ നിയമം ഉണ്ടാക്കിയത്? 1972 ഇന്ദിരാഗാന്ധി അല്ലേ? അങ്ങനെ നിയമം ഉണ്ടാക്കിയതിനൊക്കെ ഞങ്ങൾ പാടെ എതിർക്കുന്നില്ല. പക്ഷെ അതിനുശേഷം 7 തവണ നിയമം ഭേദഗതി ചെയ്തു. 7 പ്രാവശ്യവും ഇത് കൂടുതൽ കർക്കശമാക്കാനാണ്. ആ 7-ൽ 5 ഭേദഗതിയും നിങ്ങൾ കോൺഗ്രസ് ജാഥ നടത്തുന്നവരാ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി. ഏറ്റവും അവസാനം 2022 മോഡി വന്യജീവി നിയമം ഭേദഗതി ചെയ്തപ്പോ കേരളത്തിലെ രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് ഒരു ഭേദഗതി ഉന്നയിച്ചു. ക്ഷുദ്രജീവികളായിട്ട് ശല്യക്കാരായ മൃഗങ്ങളെ പ്രഖ്യാപിക്കുന്നതിനും നടപടിയെടുക്കുന്നതിനും സംസ്ഥാനങ്ങൾ കൂടി അധികാരം വേണം. നിങ്ങൾ കോൺഗ്രസ് MPമാരിൽ ഒരാൾ വാദിച്ചോ? ആ ഭേദഗതിയെ പിന്താങ്ങിയോ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, മലയോര കൃഷിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം പട്ടയം തന്നെയാണ്. എത്രയോ കാലമായിട്ട് കൈവശത്തിൽ വെച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിഭൂമിക്ക് പട്ടയ ഉടമസ്ഥാവകാശം ലഭിക്കണമെന്നുള്ളതാണ്. അതിനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത്. പക്ഷേ ഞങ്ങൾ സമ്മതിക്കുന്നു, എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഉള്ളതുള്ളതുപോലെ നോക്കണ്ടേ? ഇന്ന് റെക്കോർഡ് നോക്കിക്കേ. എത്രയാ UDF നൽകിയത്? ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 63,000 പട്ടയമാണ്. അതേസമയത്ത് കഴിഞ്ഞ LDF സർക്കാർ 1,63,000 പട്ടയങ്ങൾ കൊടുത്തു. ഇനിയിപ്പോ ഈ സർക്കാർ ഭരണവസാനിക്കാൻ 1.5 വർഷം ബാക്കിയുള്ളപ്പോഴുണ്ടല്ലോ 1,80,000 പട്ടയങ്ങൾ വിതരണം ചെയ്ത്. അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ വലിയ വർത്താനമൊന്നും പറയണ്ട. ഇന്ന് മലയോര കൃഷിക്കാരുടെ പട്ടയങ്ങൾ പൂർണ്ണമായി വിതരണം ചെയ്യുന്നുള്ള തടസ്സം കേന്ദ്ര സർക്കാരാ. അവരുടെ വനനിയമത്തെ ബന്ധപ്പെടുത്തിയുള്ള ഉപജാപങ്ങളാ. അതിനെതിരായിട്ട് യോജിച്ച സമരത്തിന് തയ്യാറുണ്ടോ UDF? മലയോര കൃഷിക്കാരോട് പറയും ഉത്തരം. ഇനി നാലാമത്തെ ചോദ്യം, നിങ്ങൾ സഞ്ചരിക്കുന്ന ഈ വികസന പാതകളുണ്ടല്ലോ, റോഡുകൾ,
മലയോര ഹൈവേ അടക്കം 163 കിലോമീറ്റർ 200 കിലോമീറ്റർ പണി തീർന്നു കഴിഞ്ഞു. നിശ്ചയമായും നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ഇനി ആ തുരങ്കപ്പാത വയനാട്ടിലേക്കുള്ളതെല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ 7000-ൽ പരം കോടി രൂപയാണെന്ന് മലയോര പ്രദേശത്ത് റോഡിനും പാലത്തിനും ഒക്കെ ആയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. ഏത് കാലത്ത് നടന്നിട്ടുണ്ട് ഇതുപോലൊരു വികസന പ്രവർത്തനം? ഇതൊക്കെ ചെയ്യാൻ സഹായിച്ച കിഫ്ബിയെ തകർക്കാനല്ലേ നിങ്ങൾ നടക്കുന്നത്? കിഫ്ബി വേണ്ടെന്നല്ലേ പറയുന്നത്? ആ കിഫ്ബി ഇല്ലാതെ ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താ ഉപായം എന്നൊന്ന് മലയോര കൃഷിക്കാരോട് പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തണം. അപ്പോൾ ജാഥ നടത്തിക്കോളൂ, പ്രസംഗങ്ങൾ നടത്തിക്കോളൂ, വെറുതെ വാചകടിക്കാതെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയും.